എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് അവരുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത്. സർവശക്തനായ ദൈവമാണ് കുടുംബജീവിതത്തിൽ മക്കളെ തരുന്നത്. ബൈബിൾ പറയാം, മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. അവരവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും അനുഗ്രഹിക്കപ്പെടാത്ത ധാരാളം തലമുറകളുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും എന്നൊരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 112-ാം സങ്കീർത്തനം 2-ാമത്തെ വചനം, സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആഗ്രഹമാണ് അവരുടെ സന്തതി ബലപ്പെട്ടിരിക്കണം. തലമുറകളെ നശിപ്പിക്കുന്ന ദുരാത്മാവിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ നിന്റെ സന്തതികളെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് തന്റെ സാന്നിധ്യത്തിനുള്ളിൽ മറയ്ക്കുന്ന ദൈവത്തിന്റെ കരം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ചില മാതാപിതാക്കളോട് ദൈവം സംസാരിക്കുക, സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ചിലർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്ക വിട്ടേരെ, കാരണം നിന്റെ സന്തതി ബലപ്പെട്ടിരിക്കാൻ പോകും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 2 സന്ദേശം ഇവിടെ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഇരുന്നാണ് ഈ വാക്യം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞു തുടങ്ങണം, ഇവൻ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ചില തലമുറകളിൽ വളരെ പെട്ടെന്ന് ചില അനുഗ്രഹങ്ങൾ വരാൻ പോകും. അത് ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് 112-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലുണ്ട്. ഞാൻ എന്താണ് ആ വാക്യം പറയാതെ നിങ്ങൾ തന്നെ വായിക്കണമെന്ന് പറയുന്നത്? അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക, നിന്റെ സന്തതി ബലപ്പെടാൻ പോവുക, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടാൻ പോവുക. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി പേരുടെ സന്തതികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വാക്ക് തന്നല്ലോ, ദൈവവചനം പ്രമാണിക്കുന്നവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാവും എന്നൊക്കെ ദൈവം സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ കുടുംബങ്ങൾക്കകത്ത് നന്മ വരട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു.